കുന്തം ചൂടായിട്ടിരിക്കുകയായിരുന്നു. ഹെൽപ്പിന് ഒരാളില്ല. രാവിലെ തന്നെ പണി. അച്ഛൻ പുട്ടുണ്ടാക്കുവാണോ? അല്ലടി, ഞാൻ ദോശ ഇട്ടോണ്ടിരിക്കുക. പുട്ടുകുറ്റിയിൽ ആരെങ്കിലും ദോശ ഇടൂ? ഇതെന്റെ പുതിയ പരീക്ഷണ. ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ നിനക്ക് തരാം. നീ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് തീരുമാനിക്ക് ഇനി അടുത്ത ദിവസം തൊട്ട് ഇത് തന്നെ വേണോന്ന്. അച്ഛമ്മ ചൂടാവുന്നത്? പിന്നെ ചൂടാവാതെ. നിന്റെ അപ്പച്ചി അമ്മയും കൂടെ ഈ വീട്ടിലുള്ള ജോലി മുഴുവൻ എന്റെ തലയിൽ എടുത്ത് വെച്ചിട്ടല്ലേ പോയിരിക്കുന്നേ. ഋഷികേശ് അപ്പൂപ്പിന് പശ്മളമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ പാവം. പശ്മള അമ്മമ്മയ്ക്ക് വയ്യ അല്ലേ? പിന്നെ എനിക്ക് വയ്യാതാവുമ്പോ എന്നെ ആരും നോക്കൂടി? ഞാൻ നോക്കും. നീ നോക്കുവോ? അതിന് നിനക്ക് എന്തോന്നറിയാം? തൂക്കാനറിയാം, തുടയ്ക്കാനറിയാം, കറികൾ ഉണ്ടാക്കാൻ അറിയാം, എല്ലാം അറിയാം. എന്ത് കറി ഉണ്ടാക്കാൻ അറിയാം? അതൊന്നും അറിയില്ല. എന്നിട്ട് മാജിക് കാണിച്ച് മുമ്പിൽ വരുമായിരിക്കും കറികളെല്ലാം അല്ലേ? അതല്ല, അച്ഛമ്മ എന്നെ പഠിപ്പിക്കണം. എന്തോന്നാ? അച്ഛമ്മ എന്നെ പഠിപ്പിക്കണം. ഇപ്പൊ തന്നെ പഠിപ്പിക്കണം അല്ലേ? നേരമില്ലാത്ത നേരത്ത് ഒന്ന് സ്കൂട്ടായിക്കാമി. വേറെ പണിയില്ല മനുഷ്യന്. എന്തോന്ന് അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പൊന്നാമി, എന്നെ ശല്യം ചെയ്യല്. മനുഷ്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. പോയാമി. വീട്ടു ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത്. പ്ലീസ്. നിന്റെ ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. എന്തോന്ന് അച്ഛമ്മ പ്ലീസ്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മി. അച്ഛമ്മ ഓൾറെഡി ദേഷ്യം വന്നിരിക്കല്ലേ, ഇനി അങ്ങനെ ദേഷ്യം പിടിപ്പിക്കും? എന്റെ ആമി പ്ലീസ്. എന്റെ പൊന്നാമി വെറുതെ പോ. അച്ഛമ്മ പെണ്ണിന്റെ ഒരു കാര്യം ചെയ്യുന്നു. അയ്യോ, എനിക്കിതൊന്നും ചെയ്യാറില്ലൂടാ. പിന്നെ നീയല്ലേ പറഞ്ഞിപ്പോ ഇതൊക്കെ ചെയ്യണമെന്നാ? അച്ഛമ്മ ഒരു കാര്യം ചെയ്യും, എനിക്കേ പുളിയും ഉപ്പും നമ്മളെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് എടുത്തു തരുമോ? ഉള്ളിയും പച്ചമുളകോ? അതൊക്കെ എന്തിനാണ് ഇപ്പൊ? ചമ്മന്തി ഉണ്ടാക്കാനാ. എടി, ഞാൻ ഉണ്ടാക്കുന്ന പുട്ടാ. പുട്ടിന്റെ കൂടെ ആരെങ്കിലും ചമ്മന്തി അരയ്ക്കുവോ? സൈഡ് ഡിഷ് ആയിട്ട് കൊടുത്താൽ മതി. സൈഡ് ഡിഷ് ഇന്ന് തന്നെ ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ. പൊയ്ക്കേ ഇങ്ങോട്ട്. മോള് പൊയ്ക്കേ അങ്ങോട്ട്. അച്ഛമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ് പോവാമേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യ്, കഷ്ടമുണ്ട്. എടി, നിന്നെ ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഈ ഉള്ളി മുളകും ഒക്കെ കാശ് കൊടുത്താ മേടിക്കുന്ന വീട്ടില്, അറിയാവോ? എന്നിട്ട് ഇതെല്ലാം നിനക്ക് തന്നെന്നും പറഞ്ഞോണ്ട് അപ്പൂപ്പൻ എന്നെ വന്ന് വഴക്ക് പറയാം. എനിക്ക് തരണം. അപ്പൂപ്പൻ വഴക്കൊന്നും പറയത്തില്ല. അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചിലപ്പോ കണക്ക് പറയും, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സോറി ആമി. അച്ഛമ്മ അത് വീട്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ ഒരു ലോഡ് ഉള്ളിയും പച്ചമുളകൊക്കെ വാങ്ങിപ്പിക്കാം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. അച്ഛനോട് പറഞ്ഞ് ഈ ലോഡ് ഉള്ളിയൊക്കെ വാങ്ങിപ്പിക്കത്തില്ലേ? അപ്പൊ അതിനകത്ത് നീ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് നീ അങ്ങ് ചമ്മന്തി അരച്ചോ. അപ്പൊ ശരിയായില്ലേ? കാര്യം ക്ലോസ്. ചെല്ലു. എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ്, കഷ്ടമുണ്ട്. പ്ലീസ്. ഈ പെണ്ണ് ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. എങ്ങനെയെങ്കിലും നീ കാര്യം സാധിച്ചെടുക്കും അല്ലേ? ചെയ്യ. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എന്തെന്നറിയോ? എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിഞ്ഞൂടാ. നല്ല ബെസ്റ്റ് അസിസ്റ്റന്റ്. നീ എന്നെ സഹായിക്കാൻ വന്ന ഇവിടെ അല്ലേ? ഒന്ന് പഠിപ്പിച്ചത് അച്ഛമ്മ. കുറച്ച് ഉള്ളി എടുക്കണം, കുറച്ചെടുത്താൽ മതി. കുറച്ച് പച്ചമുളക്, കുറച്ച് പുളി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഞരടണം. എന്നിട്ട് വെളിച്ചെണ്ണയില്ലേ, അത് കുറച്ച്. എല്ലാം കുറച്ച് മതി. എല്ലാം കുറച്ച് ഇത്രേ ഉള്ളൂ. പിന്നെ വെരി ഇമ്പോർട്ടന്റ് കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം പോവാൻ. ഇവിടെ കണ്ടില്ലേ പുട്ടിന്റെ പൊടി? പിന്നെ പഠിക്കാം. ചമ്മന്തി അത് പഠിക്കട്ടെ. എടി, ഇതും അതിന്റെ ഭാഗമാണ്. സാരമില്ല. ഇത് നീയൊക്കെ ഒരു ഹോട്ടൽ മാനേജ്മെന്റിന് പോയാൽ എങ്ങനെ ഇരിക്കും? അതൊന്നും വേണ്ട. ഇത് കളയണ്ടല്ലോ. മക്കളെ നീ കൂടെ വിളി, അല്ലെങ്കിൽ ആരെ കിട്ടൂല. അപ്പച്ചി, അപ്പച്ചി. എന്തുവാ പിള്ളേരെ ഇതാ? എന്തുവാ കിടന്ന് സമരം വിളിക്കുന്നേ? അച്ഛൻ പറഞ്ഞിട്ടാ. നിനക്കേ വിശപ്പല്ല, നിനക്ക് ആക്രാന്തവാ. അപ്പച്ചി കഴിക്കാൻ കിടത്താണ്. ഈ പുട്ടിനുള്ളിൽ ചമ്മന്തി ഉള്ള? എടാ, നീ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. അത് എങ്ങനെ കഴിക്കാം പറ്റും പുട്ടും ചമ്മന്തിയൊക്കെ? എടാ, നമ്മുടെ ആമ ഉണ്ടാക്കിയതല്ല, നല്ല കിടിലൻ ചമ്മന്തി. അയ്യോ വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഒന്ന് കഴിക്കാൻ. ഞാൻ ഒന്നാ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ്. കമലമാട് എപ്പോ വിളിച്ചാലും പോകണം. എനിക്ക് വയറും കൂടെ ചീത്ത അവസാനം പണി കിട്ടും. എടാ, നിന്റെ വയറൊന്നും ചീത്തയാകത്തില്ല. ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. നീ കഴിക്കാം. എന്തെന്ന് പറയാൻ? അമ്മൂമ്മയുടെ കണ്ണാപ്പി ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. എനിക്കൊന്നും വേണ്ട. ആദ്യം ഉണ്ടാക്കിയില്ലേ? അതെ. വലിയ ടേസ്റ്റ് ഒന്നും കാണൂല. അതിന് ആമി ഉണ്ടാക്കിയത് നേരത്തെ നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ കണ്ടാ മനസ്സിലാവൂലേ? ബെസ്റ്റ്. എടാ, കഴിക്കടാ നീ, അത് നല്ലതാ. കഴിക്കാന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ. മക്കളെ കൊള്ളാണോ? കഴിച്ചോക്ക്. എനിക്ക് വേണ്ട. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. പറയാം, സംഭവം കൊള്ളാം കേട്ടോ. നന്നായിട്ട് കുഴച്ചൊന്ന് കഴിച്ചേ. കണ്ട അതുപോലെ കുഴച്ചും കഴിച്ചേ. നല്ല ടേസ്റ്റ്. തകർത്തില്ലേ അവള്? അതാ
അവന് വേണ്ട വേണ്ട, ആമയെ വിളിച്ചിട്ട് പറയാം സമ്മതി കൊള്ളാന്ന് പറ. എടാ നീ തന്നെ അവളോട് പറ, അവള് സന്തോഷാവും. ആമേ, ആമേ, എന്തോ നീ വന്നേ, നീ വന്നേ. ഇടി ആമി പെണ്ണ, നീ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പഠിച്ച അടിപൊളിയായി ചമ്മന്തി കേട്ടാ. താങ്ക് യു മാമ. എന്നാലും കൊള്ളാല്ലേ സെറ്റപ്പ് തന്നെ. ചമ്മന്തി ഈസി അല്ലേ അച്ഛാ? നമ്മുടെ സാർ ഉണ്ടാക്കാത്തത് കുറച്ച് ചമ്മന്തി. കണ്ണ നിനക്ക് ഇഷ്ടായോ? എനിക്കൊന്നും ഇഷ്ടായില്ല. അതെന്ത്? നീ അന്ന് അപ്പച്ചുണ്ടാക്കിയത് ഫുള്ളും കഴിച്ചല്ലോ. ഇന്ന് രാവിലെ എണീറ്റ പിന്നെ ഇഷ്ടമില്ലാതായി. ആ പിന്നെ വേണ്ട, ഈ വേണ്ട ഇങ്ങോട്ടൊരു ചമ്മന്തി ഞാൻ കഴിക്കട്ടു. നീ കഴിക്കും. അയ്യോ അച്ഛമ്മ, അച്ഛമ്മന്റെ മുറ്റം അടിക്കാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞില്ലേ? എങ്ങനെ എങ്ങനെ മുറ്റം അടിക്കാൻ പഠിപ്പിച്ചരാന്ന് അച്ഛമ്മ പറഞ്ഞായിരുന്നു. എന്താണ് സംഭവം? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലേ. ചമ്മന്തി ഉണ്ടാക്കുന്ന മുറ്റം അടിക്കുന്ന ഉത്തരവാദിത്തം. അതെടാ, ഈ വീട്ടിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരുത്തി മാത്രമേ ഉള്ളൂ, അത് ഇവളാ. നീ സംഭവം തന്നെ കേട്ടാ. എന്നാ ഉത്തരവാദിത്തം പോണതിന് മുമ്പ് അപ്പച്ചി എവിടെ കൊണ്ട് പോകാൻ നോക്കും. എന്റെ ഉത്തരവാദിത്വം അങ്ങനെ പോകത്തില്ല, ഞാൻ ഫിക്സ്ഡാ. ഫിക്സഡാന്ന്. എന്നാ ഫിക്സഡ് അങ്ങോട്ട് പോ. ആമി ഒരു മിനിറ്റ്. കണ്ണാ എന്തെങ്കിലും കഴിക്കുക കണ്ണാ. പുട്ടും പഴവും കൂടെ തരട്ടെ അമ്മമ്മ. എനിക്കൊന്നും വേണ്ട. വേണ്ടേ? പോവാണോ? ആമിനെ കഴിച്ചോളൂ. എടാ ഈ ചെറുക്കൻ ഒന്നും കഴിച്ചില്ല. എടാ അടുക്കള പഴം ഇരിപ്പുണ്ട്, നീ ഇച്ചിരി കുഴച്ച് കൊടുക്കുവോ അവന്? കണ്ണാ നീ വന്നേ, നിന്നേ. കണ്ണാ ചെറുക്കന് വേണ്ട. വല്ലിച്ച, ഞാൻ ആ 15 തേങ്ങ എടുത്തിട്ടില്ല വല്ലിച്ച. എന്റെ പൊന്നു വല്ലിച്ച, എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ. അതാ മറ്റേ ആ തെങ്ങേറവൻ നാളെ എടുത്താണ് ശശികുട്ടൻ, അത് തന്നെ. വലിച്ചൊന്നു അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി. ചോദിച്ചിട്ട് എന്നെ വിളിച്ചാൽ. ശരി ശരി, ഓക്കെ. ഏറ്റ ദൈവമേ. സുമേഷമ്മ, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലേ? എന്താ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലേന്ന്. ഉത്തരവാദിത്വോ? മാറിയെന്നാണ്. ശരി ശകല. നിനക്ക് ഉത്തരവാദിത്തം കുറച്ച് കുറവാണ്. ഉത്തരവാദിത്വമാരെ എന്ത് ചെയ്യും? അതൊക്കെ സുമേഷ് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ട് എന്താ കാരണം? എന്താ കാര്യം? എന്താ അമ്മൂമ്മ പറഞ്ഞ് ആംചേച്ചിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അപ്പൊ അച്ഛനും സമ്മതിച്ച്. അമ്മൂമ്മ അങ്ങനെ പറഞ്ഞോ? അമ്മൂമ്മ എന്താ അങ്ങനെ പറഞ്ഞെന്ത്? ആംചേച്ചിയെ വീട്ടുപോയി ചെയ്ത് അമ്മൂമ്മ സഹായിച്ച് ചമ്മന്തി കൊണ്ടാക്കി ആംചേച്ചി. ആമിച്ചേച്ചി ഉണ്ടാക്കി ചമ്മന്തി കാര്യം മോൻ പറയുന്നേ. എടാ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സുമേഷ് അമ്മൻ കഴിച്ചായിരുന്നു. സെറ്റ് വരുന്നു. അപ്പൊ സുമേഷ് അമ്മൻ എന്നെ സഹായിക്കാൻ പറ്റൂലേ? ആര് പറഞ്ഞ് സഹായിക്കാൻ പറ്റില്ലെന്ന്? മക്കളെ സഹായിക്കാൻ വേണ്ടി സുമേഷ് അമ്മൻ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ. എനിക്ക് ആംചേച്ചി പോലെ ഉത്തരവാദിത്വം വേണം. എടാ അത് ഉത്തരവാദിത്തം സുമേഷ് അമ്മൻ വരുത്തി തരാം. അതിന് ഏറ്റവും യോഗ്യനായ ഒരാളാണ് ഈ സുമേഷ് അമ്മൻ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. മക്കളുടെ കൈ വെച്ചോ. മക്കൾക്ക് സുമേഷ് അമ്മന് മക്കൾ എന്ത് തരും? എന്റെ ഒരുപാട് ചോക്ലേറ്റ് ഇരിക്കുമ്പോ ചോക്ലേറ്റ് തരാം. ചോക്ലേറ്റ് തരാം. ചോക്ലേറ്റ് മക്കൾ കഴിച്ചോ? പിന്നെന്ത് വേണം? മക്കളെ, അതായത് മക്കളുടെ അച്ഛൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാര വെക്കും. അപ്പൊ മക്കളുടെ അച്ഛനെ തിരിച്ച് പാര വെക്കാൻ വേണ്ടി മക്കൾ എന്റെ കൂടെ നിൽക്കുവോ? വേറെല്ലാം പറ. അച്ഛ സ്നേഹം. എന്നാ നീ നിന്റെ കാര്യം നിന്റെ അച്ഛൻ ചോദിച്ചു വരും. എന്റെ അടുത്തും ചോദിക്കണ്ട. ശംഭുച്ചേട്ടനും അമ്മച്ചേച്ചി പാര വയ്ക്കുമ്പോ ഞാൻ ചെയ്യാം. അയ്യോ, അത് എനിക്ക് ശംഭുച്ചേട്ടനെ അമ്മച്ചേച്ചി പാര വെക്കാൻ എനിക്കറിയാം. ഇയാളുടെ സഹായം ഒന്നും എനിക്ക് വേണ്ട. നിനക്ക് സമ്മതം നീ കൈയടി. ഒന്ന് ചിരിച്ചോണ്ട കടിയുടെ. ഇനി നിനക്ക് ഉത്തരവാദിത്തം വരുത്തുക എന്നത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്തം. ഓക്കെ ആണോ? മനസ്സിലായോ? എടാ അത് സന്തോഷിക്കണം. നിനക്ക് സന്തോഷമില്ലാത്തേ? ഇങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആണല്ലോ. ഇതാ നിനക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം വരാനുണ്ട്. ഇങ്ങോട്ട് നോക്ക്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നിനക്ക് ഉത്തരവാദിത്തം ഉണ്ട്. ആര് പറഞ്ഞു നിനക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന്? നിനക്ക് ഉത്തരവാദിത്തം ഉണ്ട്. ഇതെന്തുവാ ഇത്? മൊബൈല്. ഇതിനകത്തെന്തുവാ? ഇതിനകത്തെന്തുവാ? ഗെയിംസും അതൊക്കെ. ഓ, നിനക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അവിടെ അവിടെ എന്താണോ അച്ഛമ്മ കൊച്ചുമോളും കൂടെ? ഞാനേ ഇവിടെ മിറ്റ അടിക്കാനായിട്ടൊന്ന് ട്രെയിൻ ചെയ്യായിരുന്നു. ട്രെയിൻ ചെയ്യിപ്പിക്കാത്തത് കളറിപ്പോയിട്ടാ. എങ്കിൽ നിങ്ങൾ ട്രെയിനിങ് കൊടുക്ക്. ചെല്ല്. എന്തിന്? അവളെ റിട്ടയർഡ് എയർ മാർഷൽ ക്യാപ്റ്റൻ കുഞ്ഞുണ്ണിയുടെ കൊച്ചുമോള. അവൾക്ക് അങ്ങനെ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെ വീണാലും ഇങ്ങനെ 4 കാലം വീഴുന്ന നിങ്ങളുടെ സ്വഭാവമില്ലേ, അത് ഇവക്ക് കിട്ടായിരുന്നാ മതി. അതെ, 4 കാലിൽ വീഴുന്ന നിന്റെ കുടുംബക്കാരുടെ സ്വഭാവമാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നും വീഴാനല്ലേ മോളെ? കൊച്ചിന് മുമ്പ് വെച്ചിട്ട് കുടുംബക്കാരെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. നീ എന്താ അടിച്ചിരിക്കുന്നേ? നീ അപ്പൂപ്പനോട് പറയടി, അപ്പൂപ്പൻ പഠിപ്പിക്കും. ഞാൻ പോവാ. വേണ്ട ചുമ്മാ, നമുക്ക് ഉത്തരവാദിത്തം വേണ്ട. എനിക്ക് മാമി മോളെ, ഈ ഉത്തരവാദിത്വം അച്ഛമ്മയെ സഹായിക്കല് മാത്രമല്ല, കൃഷിപ്പണിയിൽ അപ്പൂപ്പനെ വല്ലപ്പോഴൊക്കെ ഒന്ന് സഹായിക്കാം കേട്ടാ. അതെ, നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് പോയി കൃഷിപ്പണി പഠിക്കേ, എന്നിട്ട് ഇങ്ങോട്ട് വാ. കൃഷിപ്പണിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഇവിടെ ആരും പഠിപ്പിക്കുന്നു വേണ്ട. ഓ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം കൊടി വീശാൻ. ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാവൂല. നിങ്ങളോട് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല അച്ഛമ്മ കൊടിവീശലിന്റെ കാര്യം പറഞ്ഞില്ലേ? നിനക്കിപ്പോ കൊടി വീശാൻ പഠിക്കണോ അതോ തൂക്കാൻ പഠിക്കണോ? തൂക്കാൻ ചെയ്യോ? വൃത്തിക്ക്
ഇതെന്താ ഇത് മാർച്ച് ചെയ്ത് അങ്ങ് പോവാണോ? എല്ലാവരും ചെയ്. ഇങ്ങനെ അല്ല അല്ല ഇങ്ങനെ. ഓക്കെ. അവളുടെ ഒരു ചിരി. കുറച്ചും കൂടെ ചെറിയ പണിതാ. ചെറിയ പണിയോ? ചെറിയ പണി മക്കളെ ഒരു കാര്യം ചെയ്യ്, റൂമിൽ ചെന്ന് കഥ അടച്ച് പുതപ്പ് മൂടി കിടന്നുറങ്ങും. അത് നല്ലത്. അപ്പൊ എങ്ങനെ ആൾക്കാരുടെ മുമ്പില് വലിയ ആളാവും? എടാ വലിയ ആളാവണമെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണം. ആമി ചേച്ചി എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിട്ടില്ലേ? എനിക്ക് കയ്യും കാലൊക്കെ വേദന എടുക്കുന്നു. കുറച്ചൊക്കെ വേദനയൊക്കെ സഹിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമി എല്ലാവരും കയ്യിലെടുത്ത് വെച്ച് നീ കണ്ടില്ലേ? അച്ഛനെയും കയ്യിലെടുത്താവും ചേച്ചി. ആ അച്ഛനെയും അമ്മൂമ്മയും അല്ലാതെ വേറൊരാളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. ഈ വീട്ടിലെ വലിയൊരാള്. അതാര്? സുമേഷാമനാ? ഞാനാണ്, പക്ഷെ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞാൽ വേറൊരാളാണ്. ആലോചിക്ക്, കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയുമ്പോൾ വേറൊരാളാണ്. ആലോചിക്ക്. ആധികാരമല്ല ചെറുക്കാൻ, നിന്നെ മലയാള അക്ഷരം പഠിപ്പിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ ഉത്തരവാദിത്തം പഠിപ്പിക്കാനാണ്. സുമേഷാൻ പറയൊന്നും എനിക്ക് മനസ്സിലായില്ല. എടാ ഈ വീട്ടിലെ ഗ്രഹനാഥൻ ആരാ? ഓ അപ്പൂപ്പൻ. ആ അപ്പൂപ്പന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെങ്ങ് നേരെ പറഞ്ഞാ പോരെ? ഇയാൾ കൂടുതൽ ഡയലോഗ് അടിച്ച് ഞാൻ ഒന്നും പറഞ്ഞു തരത്തില്ല. നോക്കൂ, സുമേഷാൻ പെണങ്ങല്ലേ സുമേഷാമ? സുമേഷ പെണ്ണങ്ങല്ലേ സുമേഷാമ? ഞാൻ പറഞ്ഞു തരാം. അപ്പൂപ്പന്റെ ജോലി എന്താ? കൃഷിപ്പണി. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഓ കൃഷിപ്പണി ചെയ്യണം. ആ കൃഷിപ്പണി ചെയ്ത് അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് കൃഷിപ്പണി പഠിപ്പിച്ച ആര്? സുമേഷാമൻ എന്നെ. എടാ ഞാൻ ഇത് പഠിപ്പിക്കാനാ വന്നിരിക്കുന്നത്, കൃഷിപ്പണി പഠിപ്പിക്കാനൊന്നും അല്ല. അങ്ങനെ ഒരു ബാറ്റെങ്കിലും ഉണ്ടായി. നിനക്കിത് പഠിക്കാൻ പറ്റുമോ? നോക്കിയിരുന്ന് പഠിക്കാൻ പറ്റുമോ? ആ പറ്റുമെങ്കിൽ എവിടെ ഇരുന്ന് പഠിക്കും. എവിടെ ഇരി. ഇങ്ങനെ 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 ചിക്കണം. ഇങ്ങനെ 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 ചിക്കണം. കത്തിങ്ങതാ ഞാൻ ചെയ്യാം. കത്തിതാ. എടാ മക്കളെ, കൊച്ചു പിള്ളേരെ കത്തി ഉപയോഗിച്ചുകൂടാ കേട്ടാ. കത്തി നോക്കി നോക്കി പഠിക്കണം. രതീഷ പറയടാ. ആ പൈസ ഞാൻ അവിടെ കൊടുത്തായിരുന്നു. ഇല്ലേ? കിട്ടിയില്ലേ? ആന്റണി കൊടുത്തായിരുന്നല്ലോ. ആ അയ്യോ വെള്ള മതിയാവില്ലേ? അത്ര മതി. ചായപ്പൊടി. അയ്യോ ഇത്ര വേണമായിരുന്നു. കുറച്ച് കൂടുതലാണ്. മതിയോ? എന്തത്? മക്കളെ എന്താ മുട്ടായി? വേണ്ടേ? എന്തോ ചെയ്യണ്ട ഇവിടെ? ജോലി എടുക്കണം. ജോലി എടുക്കണം? ഇതൊക്കെ വെച്ച് പെട്ടെന്ന് ചെല്ലു. കയ്യും കാലൊക്കെ മുറി എടുത്ത് മാറ്റി. കയ്യും കാലും മുറിയാതല്ല ഞാൻ ചെയ്തോളാം. മക്കളിപ്പോ എന്തിനാ ഇത് വെട്ടി ഉണക്കി കൊടുക്കണത്? ഇതെന്തിനു മക്കളാ ഇതൊക്കെ വെട്ടി ഉണക്കി കൊടുക്കണത്? വെട്ടി ഉണക്കി കൊടുക്കാനെന്ന് എനിക്ക് ആം ചേച്ചി വീട്ടുജോലി ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് വീട്ടുജോലി ചെയ്യണം. അമ്മ ചേച്ചി വീട്ടുജോലി ചെയ്യണോ? ചെയ്യണോ? പറയില്ല കൈ മുറിയൊന്നും. വിടാ അങ്ങോട്ട്. കൈ മുറിയൂ. മുറി മക്കളെ ചെയ്യേണ്ടത് വെച്ചിട്ട് പോവാ അങ്ങോട്ട്. എന്റെ പൊന്നു മക്കളെ, ആമി ചേച്ചി വലിയ കുട്ടിയല്ലേ, അതുപോലെയാണ് മക്കള്. എനിക്ക് ആം ചേച്ചി പോയി വലിയ ആളായി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിന് മക്കൾ പഠിച്ച മാർക്ക് വാങ്ങിച്ച എല്ലാവരും സപ്പോർട്ട് ചെയ്യും വലിയ ആളാവുമ്പോ. അതിന് മാർക്കൊന്നും ഇല്ലല്ല, ട്യൂഷൻ ഒന്നും ഇല്ലല്ല. ട്യൂഷൻ ഇല്ലേ? പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുമല്ലോ, അത് മതി. ഇല്ല ഇന്നൊന്നും ഇല്ലല്ല. ഈർക്കിലെ കയ്യിലെ കൊള്ളു മാറത് കളാത് വേണ്ടത്. ഇത് ആരാണ് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞത്? സുമേഷാമൻ. കൊന്നത്തെങ്ങനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സുമേഷ് ചോദിക്കട്ടാ, അവനെ വിളിച്ചു ചോദിക്കട്ടാ. ഈ കാര്യം തിരിക്കേ സുമേഷാമനാണ് നല്ലത്, അതാണ് ഞാൻ സുമേഷാമന്റെ അടുത്ത് പോയത്. തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ ഒന്നും കാണാതെ ഇത്രക്കട്ടെ സപ്പോർട്ട് ചെയ്യില്ലേ? എന്തോ ഉണ്ടല്ലേ സംഭവം? എന്താ കൊണ്ട് കൊടുത്തു കാണും? ഞാൻ ഒന്നും കൊടുത്തില്ല അച്ഛാ. കൊടുത്തില്ലേ? എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തായിരിക്കും. അച്ഛന്റെ ഷർട്ടിലും പോക്കറ്റിലും പൈസ ഇല്ലല്ല. അപ്പൊ തപ്പിയിരിക്കുന്നു പോയി.
ഇല്ല അച്ഛൻ. അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തോന്നോ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരൂല. അത് അച്ഛൻ സുമേഷാമിനെ പാര വെക്കൂലേ? വെക്കും, ഞാൻ ഇനി വെക്കും. ഞാൻ പാര അപ്പൊ തിരിച്ച് അച്ഛനെ പാര വെക്കാൻ കൂടെ നിക്കണോന്ന്. അവന്റെ കൂടെ നിൽക്കണമെന്ന്. അപ്പൊ നീ സമ്മതിച്ചായിരിക്കും അല്ലേ? ഞാൻ സമ്മതിച്ചു. സമ്മതിച്ചു. നീ എന്റെ മോനല്ലേ, നീ അങ്ങനെ സമ്മതിക്കാമോ? പക്ഷെ ഞാൻ പറ്റിക്കാൻ വേണ്ടി സമ്മതിച്ചു അച്ഛാ. ഇവന് രണ്ടെണ്ണം പറ്റിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് സുമേഷ് മാമൻ. മക്കളെ വാ ഇങ്ങോട്ട് വാ. അച്ഛൻ വേറെ ജോലി അച്ഛൻ തരാം. അത് ഈ മുട്ടായി തിന്നോണ്ട് വന്നാണ് ഇങ്ങോട്ട്. മുട്ടയെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് വേറെ നല്ല ജോലി ചെയ്യാം. വാ നീയാണോ അവിടെ അടുക്കളയില്? ഇവിടത്തെ പരിപാടി? അപ്പൂപ്പ ഈ സ്റ്റവിന് എന്തോ കേടുണ്ട്, ഓണാവുന്നില്ല. ഗ്യാസ് നല്ലോണം മണക്കുന്നില്ല. നീ ഇത് കത്തിക്കാൻ നോക്കിയാ? ആ എനിക്കും തോന്നി ഈ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെന്ന്. ഇതിനെന്തോ വല്ല കേടുണ്ട് കേട്ടോ. നീ എന്തിനാ ഗ്യാസ് കത്തിക്കാൻ നോക്കിയത്? അപ്പൂപ്പന് ചായ ഉണ്ടാക്കി തരാൻ. അപ്പൂപ്പൻ ചായ ചോദിച്ചില്ലല്ലോ. അപ്പൂപ്പൻ ചോദിക്കാൻ തന്നെ ചായ ഉണ്ടാക്കി തരേണ്ട എന്റെ കടമയല്ലേ? മക്കളുടെ കടമയൊക്കെ അപ്പൂപ്പൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ കൊച്ചു പിള്ളേരെ ഈ ഗ്യാസും ലൈറ്റും ഒന്നും ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. എന്തോന്ന് അപ്പൂപ്പ, എനിക്കെല്ലാം അറിയാം. ഞാൻ അതേ പാത്രത്തിൽ വെള്ളവും പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് ഇനി തിളപ്പിക്കാൻ പോവായിരുന്നു. ഇതെന്താ ഇത്? ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങള്. ഇതെന്താ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്? ഇങ്ങനെയല്ലേ ചായപ്പൊടി പാല് വെള്ളം ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇത് തിളപ്പിക്കണം. ഇങ്ങനെ ചായ ഉണ്ടാക്കണം നിന്നെ ആരാ പഠിപ്പിച്ചത്? ഞാൻ തന്നെ പഠിച്ച അപ്പൂപ്പ. എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊന്നും അല്ല ചായ ഉണ്ടാക്കാനുള്ളത്. പിന്നെ അതിന് അപ്പൂപ്പനറിയോ ചായ ഉണ്ടാക്കാൻ? പിന്നെ മോളെ, ഒരു പാത്രത്തില് നമുക്ക് ആവശ്യമുള്ള പാലും വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് അത് കത്തിക്കണം. അത് തിളച്ച് വരുമ്പോ നമ്മൾ ആവശ്യമുള്ള പഞ്ചസാരയും തേയിലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായ റെഡി. അല്ല എനിക്കത് അറിയായിരുന്നു നേരത്തെ. എന്നിട്ടാണ് ഇങ്ങനെ കാണിച്ചു വെച്ചതല്ലേ? അതിനൊരു പുതിയ പരീക്ഷണം നടത്തിയതാ. പക്ഷേ നിനക്ക് പരീക്ഷണം നടത്താനുള്ള ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇതേ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാ. ഓ അല്ലെങ്കിൽ അപ്പൂപ്പന് ചായ ഉണ്ടാക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. ചേട്ടാ എനിക്ക് ചായ വേണോ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അപ്പൂപ്പന് വേണ്ടെങ്കിൽ വേണ്ട. അപ്പൂപ്പൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ചായ ഇട്ട് കുടിക്കട്ടു. അങ്ങനെ നീ ചായ ഒന്നും ഉണ്ടാക്കണ്ട മോളെ. നിനക്ക് ചായ വേണമെങ്കിൽ നീ അച്ഛമ്മടി പോയി പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. എന്തോന്ന് അപ്പൂപ്പ നിങ്ങൾ പറയുന്നത്? നീ ഇത്ര വലിയൊരാളല്ലേ, എനിക്കറിയാം ഒറ്റയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ. നീ എത്ര വലിയ ആള്? മാറി നിക്കപ്പോ പ്ലീസ്. ചുമ്മാ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് ചേട്ടാ. അവിടെ മാറിയിരിക്കാൻ. ചായ ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാത്ത വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ വീട്ടുകാർ അങ്ങനെ തന്നെ കേട്ടാ. നിനക്ക് ചായ വല്ലതും വേണോ? വേണ്ട. ഞാൻ ഇട്ട് തരാം. വേണ്ട അപ്പൂപ്പ. അതെ ലൈറ്റർ ഒന്നും എടുത്ത് ഗ്യാസ് കത്തിച്ചേക്കരുത്. എനിക്ക് വേണ്ട. എടുക്കുന്നില്ല. ശരി. ഞാൻ പറഞ്ഞില്ലല്ലോ ഗ്യാസ് ഓൺ ചെയ്യരുതെന്ന്. അതപ്പൂപ്പ ഞാനേ ഈ സ്റ്റവില് പ്ലേറ്റ് ഫിറ്റ് ആണോ നോക്കിയതാ. പിന്നെ എനിക്കല്ല മനസ്സിലായി. അതെ നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് പറ്റിയ പണി അപ്പൂപ്പൻ പറഞ്ഞുതരാം. വേണ്ട. വരാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? നീ എവിടെ നിൽക്കണം? പറഞ്ഞാ കേൾക്കാൻ വയ്യ കൊച്ചു പിള്ളേർക്ക്. കൊള്ളാമല്ലോ. മക്കളെ നിങ്ങൾ ജോലി ചെയ്ത് ശീലിക്കുന്നതൊക്കെ നല്ലത് തന്നെ അപ്പൂപ്പന് ഇഷ്ടാ. പക്ഷേ അവനൊരു പ്രായത്തിനനുസരിച്ചുള്ള ജോലി വേണം ചെയ്യേണ്ടത് കേട്ടാ. കത്തിയും കോടാലിയൊക്കെ ജോലി മതി അപ്പൂപ്പ, അതാണ് എനിക്ക് ഇഷ്ടം. സാർ, കൊച്ചു സാർ, കഴിക്കുന്ന തുണിയെ കത്തിയോ കോടാലിയോ അവനവന്റെ ഇഷ്ടം പോലെ വിചാരിച്ചിട്ട് നല്ല അമർത്തി തുടച്ചോണ്ട് നോട്ട് പറ്റുന്നു. പ്ലീസ്, ഞാൻ എന്തെങ്കിലും കറികൾ എന്തെങ്കിലും വെച്ചോളാം. എനിക്ക് ഈ ജോലി വേണ്ട. അടുക്കളയിൽ പോയിട്ടല്ലേ? നേരത്തെ ചായ ഇട്ടതുപോലെ വയ്ക്കാനല്ലേ? അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. മക്കളെ അബദ്ധം പറ്റാത്ത പ്രായമാകുമ്പോ അടുക്കളയിലൊക്കെ കയറി പണി ചെയ്താൽ മതി കേട്ടാ. ഇപ്പൊ ചെയ്യും. തുടക്കി. മാമ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ മോയില്ലേ, ഇളയ മോയ് കൊച്ചിറക്കൈ വരെ വരെ തലേരെ മണ്ടേ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല പണി ഞാൻ വെച്ചു കൊടുക്കും. അത് വിട്ടിയല്ലേ മരുമോനെ? കുട്ടികളെ ഞാൻ ഒരു പോലീസുകാരാണ്. എനിക്ക് എന്തെല്ലാം രീതി അവനെ പൂട്ടാൻ പറ്റുമെന്ന് മാമൻ അറിയാമോ? ഓ നീ അവനെ പൂട്ടുവോ? വണ്ടി പൂട്ടണ്ടേ? പിന്നെ നീ അവനെ പൂട്ടുവോ? പിന്നെ പൂട്ടണ്ടേ? അവനെ എന്റെ മോനെ, അവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം, നീ ഇടപെടണ്ട. മാമ ഞാൻ ഇടപെടണമെന്ന് എന്റെ മോൻ കൊച്ചിറക്കാൻ അവന് എന്തെല്ലാം പറഞ്ഞ് കവിച്ചു കൊടുക്കുന്നത് അറിയാമോ? അപ്പൊ എനിക്ക് പണി തരാൻ വേണ്ടി എന്റെ മോനെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അതിനെ പറ്റി മാമ എന്താണ് പറയണത്? നീ അവൻ എന്ത് ചെയ്യാൻ പോണു? ഞാൻ എന്ത് ചെയ്യാൻ പോണെന്നാ ഞാൻ കാണിച്ചു. നല്ല കിഴുക്ക് ഞാൻ അടിച്ചു കൊടുക്കും. നീ കൂടുതൽ ഒന്നും ചെയ്യണ്ട. അവൻ കണ്ണന് ജോലി കൊടുത്തതിനും അവന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉണ്ടാവാനും വേണ്ടിട്ട് ഞാൻ അവനൊരു പണി കൊടുത്തിട്ടുണ്ട്. മാമൻ കൊടുക്കുമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാമൻ കൊടുക്കുമല്ലോ. ഞാൻ കൊടുത്തിട്ടുണ്ട്. നിനക്ക് നേരിട്ട് കാണാം കേട്ടാ. നീ സമാനപ്പെടും. അത് അറിഞ്ഞാണ്. അമ്മിയോളെ ഇപ്പൊ ഒരു ചായ ഇട്ടുണ്ട് വരട്ടെ. കണ്ണന് പാല് കൊണ്ടുവരട്ടെ. ഓക്കെ, ചായ പാല്. എനിക്ക് കൂടെ ഒരു ചായ. നിനക്കെന്തോന്നു? ചായ. ചായ
എടാ ഞാൻ പിള്ളേർക്ക് വേണം കൊടുക്കുന്നത്. എന്തായാലും അത് വെള്ളവും ഗ്യാസൊക്കെ ഉപയോഗിച്ചു. അല്ലല്ല, അവർക്ക് പഞ്ചസാര ഇടണം, നിനക്കത് വേണ്ടല്ലോ. അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെ എടുത്താ പോരി. എടാ നിനക്ക് വേണം, നീ പോയിട്ട് കുടിക്കടേ ഇങ്ങോട്ട് ചുമ്മാ. അയ്യേ ഇതെന്തൊരു സ്വഭാവം? അയ്യോ, ഇത് കൊള്ളാം. മാമ അപ്പൂപ്പനെ പോയിന്ന് ഹെൽപ്പ് ചെയ്യ് ചായ ഉണ്ടാക്കാൻ. ഞാൻ രണ്ടുപേരോട് വിളിച്ചോണ്ട് പോട്ടോ അപ്പൂപ്പൻ ഹെൽപ്പിന്. ഒരു ചായയുടെ ഒരാൾ പോരി. അച്ഛാ ഓ കൈയൊക്കെ വേനെടുക്കണ്. വേനെടുക്കണോ? അപ്പൊ ജോലി ചെയ്ത് സപ്പോർട്ട് ഒന്നും വാങ്ങിക്കുന്നില്ല ആൾക്കാരുടെ? ഞാൻ പഠിച്ച് സപ്പോർട്ട് വാങ്ങിച്ചോളാം. പഠിച്ചോ? താങ്കൾ പഠിക്കുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ താല്പര്യം ഉണ്ട്. താല്പര്യം ഉണ്ടാ? അപ്പൊ ആമ ചേച്ചി ജോലി തോപ്പിക്കണ്ടേ നമുക്ക്? ഞാൻ ചേച്ചി എന്റെ ചേച്ചിയല്ലേ. അത് ശരി, സ്നേഹം. അപ്പൊ ആമ ചേച്ചി തോപ്പിക്കുന്നില്ല അതുകൊണ്ട്? ഇല്ല. ചെന്ന് പഠി പോ. ഓക്കേ. ആ ചേച്ചി എന്നാ ആംജി ജോലി ചെയ്യണോ ഇഷ്ടമില്ലേ? എന്നാ എന്റെയും കൂടെ ചെയ്തോണേ. ഞാൻ പോട്ടെ. കണ്ണാ പോവില്ലേ? ഞാൻ കാണിച്ചു. അയ്യോ ഇങ്ങോട്ട് വാ മോളെ, വാ. ഇത് ഇപ്പൊ കൈ പിടി. മാമ എനിക്ക് ഇത് ഈ പറ്റില്ല. കൈ പിടി. മാമ കണ്ണം ചെയ്തിട്ട് വാ, അപ്പൊ എനിക്ക് പഠിക്കണം. അയ്യോ ഇവിടെ മകളെ എനിക്ക് ജോലി പഠിക്കണം. ചെയ്യണം. നീ ജോലി ചെയ്ത് വീട്ടിലെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളാണ്. രണ്ട് കണ്ട് ഇങ്ങനെ തുടച്ചാണ്. ചായ ചായ കുടിക്കണം. ചായ ഞാൻ കൊണ്ടുവരാം. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ജനലുണ്ട്, അപ്പുറത്ത് രണ്ട് കണ്ണം തുടങ്ങി. കണ്ണാൻ തുടങ്ങിയില്ല, കണ്ണാൻ പഠിക്കാൻ പോയി. പഠിച്ച് സപ്പോർട്ട് വാങ്ങിയാൽ അവൻ പറഞ്ഞു. അപ്പൊ എനിക്കും പഠിച്ച സപ്പോർട്ട് മതിയാ. ഇപ്പൊ ചായ വേണ്ടേ? വേണം. ആ അപ്പൊ ഞാൻ ചായ എടുത്തോണ്ട് പോരെ തന്നെ ചിറ്റപ്പനുള്ള പണി എന്താണെന്ന് കൂടെ ഞാൻ അറിഞ്ഞിട്ട് വരാം. തൊട തൊട അമർ തൊട അങ്ങോട്ട് ഇങ്ങനെ 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 കൈയിട്ട് തുടക്കാനല്ലേ പറഞ്ഞു. ഇതൊക്കെ തൊട. എങ്ങനെ? ആ അങ്ങനെ തന്നെ എല്ലാ ചലഞ്ചിലേയും പോണം. കൊള്ളടാ, നല്ല അന്തസ്സുള്ള പണി ആന്നല്ലേ? ഇഷ്ടപ്പെട്ടേ വന്നിരുന്ന് ചെയ്യ്. ഇതാണ് ഇങ്ങനെ സിമ്പിളാണ് ഇങ്ങനെ. എടാ ഇതിൽ എന്ത് നിലവാരമുള്ള പണിയാണ് മാമൻ കണ്ണന് ആമിക്കോ കൊടുത്തതെന്നറിയാമോ? എന്നാ നിന്റെ ആ നിലവാരം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. എടാ ഇയാൾ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതല്ലേ ഭൂതം? എടാ ഞാൻ വന്നതേ നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? വെള്ളം വല്ലതും വേണോ? എനിക്ക് വെള്ളം ഇതൊന്നും വേണ്ട. എന്താ കുച്ചർക്കൻ്റെ പറഞ്ഞു കൊടുത്തത്? എന്ത് വെച്ചാൽ എന്റെ മോൻ്റെ അടുത്തു കൈ കഴിക്കുന്നല്ലേ? കൈ അടിക്കണം. കൈ അപ്പൊ ഇത് തടവി തരണം. കൈ അരക്കട്ടാ. അല്ല. നീ ആ ചെറുക്കനെ വലിയ വെട്ടുവെത്തിയൊക്കെ എടുത്ത് കൊടുത്ത് നീ പണി കൊടുത്തേക്കണല്ലേ? ഞാൻ വീട്ടിൽ അവനെ എടുത്ത് കൊടുത്തില്ല. എടുത്തു. പിന്നെ ആരെടുത്ത് കൊടുത്തത്? അതാ അവൻ അവിടെ കണ്ടപ്പോ അവന്റെ ഇഷ്ടത്തിന് എടുത്തായിരിക്കും. അപ്പൊ നീ അച്ഛനെ പണി കൊടുക്കാൻ കൂടെ വയ്ക്കണമെന്ന് പറഞ്ഞു കൊടുത്തത്? അനാവശ്യം പറഞ്ഞത് കേട്ടോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇരുന്ന് പറയണം. അല്ല കൈ വേദന എടുക്കുന്നല്ലേ മാമാ. അല്ല മാമാ സുമേഷിന് പുല്ല് പറിക്കില്ല, കൈ വേദന പോണെന്ന് ചുമ്മാ പറയുന്ന അച്ഛാ. അളി വെറുതെ പറയുന്നതാണ്. ബോലടിക്കണെന്ന്. ഇല്ലല്ലേ ബോറടിക്കുന്നില്ല. പറയടാ. ഉണ്ട കണ്ണിങ്ങി വെളി വീടുമല്ലേ തണ്ടി. നല്ല ഇത് പറിച്ചു കഴിഞ്ഞിട്ടാണ് വെളിയിൽ മറ്റേ ഗേറ്റിന്റെ അവിടെ കുറച്ച് പറിക്കാനുണ്ട്. ഒന്നുമില്ല, നല്ലൊരു ജോലി കിട്ടിയില്ലടാ. കല്യാണത്തിന് ചോദിക്കുമ്പോൾ പറയല്ല ഓക്യുപ്പേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗ്രാസ് കട്ടർ എന്ന് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിന്റെ തെറി പറഞ്ഞോണ്ടല്ലോ. ഗ്രാസ് കട്ടർ എന്ന് പുല്ല് പറിക്കണവനെന്ന്